കേരളത്തിൽ ഒരു രാഷ്ട്രീയ വിജയം അത് തെരഞ്ഞെടുപ്പിലൊക്കെ ജയിച്ച് നേടേണ്ടതാണ്. അത് നിങ്ങൾ 2026-ലും 31-ലും ഒക്കെ ശ്രമിക്കും. അതിനു മുമ്പ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ പൊളിറ്റിക്കലായി പിടിക്കാം എന്നൊരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണോ ഇതുപോലെ സിൻഡിക്കേറ്റിലേക്കും അതുപോലെ മറ്റിടങ്ങളിലേക്കും ഒക്കെ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ഗവർണർ വഴി നിങ്ങളുടെ ആളുകൾ കയറുന്നത്? അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്ട് ഉണ്ടായാൽ അതിനെ എതിർക്കാൻ അപ്പുറത്തുള്ള ആളുകൾക്ക് അവകാശമുണ്ടല്ലോ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം 2024 NIRF റാങ്കിങ്ങിന്റെ കാര്യം. NIRF റാങ്കിങ്ങിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് കേരള റാങ്ക് 9 in state public university category in India, ranked 21 in university category in India, ranked 38 in overall category in India. അതിന്റെ NIRF കേരള സർവകലാശാലയ്ക്ക് കൊടുത്ത സർട്ടിഫിക്കറ്റാണ് ഞാൻ താങ്കൾക്ക് വാട്സാപ്പിൽ അയച്ചത്. അതിൽ ഒരു ക്ലാരിറ്റി വന്നു എന്ന് വിചാരിക്കുന്നു. ശരി, ആദ്യം ആ കാര്യം തന്നെ വിശദീകരിക്കാം. ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളുടെ റാങ്കിംഗ് നിശ്ചയിക്കുന്ന സംവിധാനം NIRF ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന സംവിധാനമാണ്. അതിൻ്റെ റാങ്ക് പ്രകാരം ഓവറോൾ കാറ്റഗറിയിൽ 38-ാം സ്ഥാനത്താണ് കേരള യൂണിവേഴ്സിറ്റി ഉള്ളത്. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ 21-ാം സ്ഥാനത്താണ് എന്നാണ്. അപ്പോൾ അങ്ങ് പറഞ്ഞു ഇന്ത്യയിലെ 10 യൂണിവേഴ്സിറ്റികളിൽ 9-ാം സ്ഥാനത്താണ് കേരള യൂണിവേഴ്സിറ്റി ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ഉണ്ട്. സർട്ടിഫിക്കറ്റ് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. സർട്ടിഫിക്കറ്റ് ഇതാണ്. സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റി അതിൽ 9th റാങ്കാണ്. ശ്രീമാൻ അഭിലാഷ്, ഞാൻ ആ കാര്യം ഒന്ന് വിശദീകരിക്കുന്നത് അങ്ങ് മിണ്ടാതിരിക്കാനുള്ള സൗമനസ്യം കാണിക്കണം. ഞാനത് വിശദീകരിച്ചതിന് ശേഷം അങ്ങ് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. അതായത് കേരള യൂണിവേഴ്സിറ്റി തിരുവനന്തപുരം റാങ്ക്ഡ് 9 in സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റി കാറ്റഗറി. സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റി കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംസ്ഥാന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ്ങിൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേരള നിയമസഭ പാസ്സാക്കിയിട്ടുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ പോലെ ഓരോ സംസ്ഥാനങ്ങളും പാസ്സാക്കിയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ ഉണ്ടല്ലോ, അതാണ് സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റി. ആ ഇനത്തിൽ മത്സരിക്കുന്ന എത്ര യൂണിവേഴ്സിറ്റികളാണ്? ആ ഇനത്തിൽ മത്സരിക്കുന്ന ആകെ 168 യൂണിവേഴ്സിറ്റികളാണ്. ഇന്ത്യയിലാകെ 168 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളേ ഉള്ളൂ. അതിലാണ് 9-ാം സ്ഥാനത്ത്. അതേ സമയത്ത് ഓവറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IIT, IIM ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റികളുമാണ്. യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ IIT, IIM പോലെയുള്ള മറ്റ് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ മറ്റ് സ്ഥാപനങ്ങളോ ഉണ്ടാവില്ല, യൂണിവേഴ്സിറ്റികൾ മാത്രമായിരിക്കും. ഈ ഓവറോൾ യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ 2781 എണ്ണമാണ്. ഈ 2781 റാങ്കിങ് എടുത്തു കഴിഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റി 38-ാം സ്ഥാനത്താണ്. ഇനി യൂണിവേഴ്സിറ്റികളുടെ മാത്രം റാങ്കിങ് എടുത്തു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ കേരളം 21-ാം സ്ഥാനത്താണ്. ഇവിടെ ഒന്നും ഈ 10-ാം സ്ഥാനത്തിനുള്ളിൽ കേരളം വന്നിട്ടില്ല. സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ്ങിൽ 9 ഉണ്ട്. അത് മറ്റൊരു റാങ്കിങ് ആണ്. ഇനി കേരളത്തിലെ മാത്രം യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് എടുത്താൽ ചിലപ്പോൾ കേരള യൂണിവേഴ്സിറ്റി 1-ാം സ്ഥാനത്ത് വരുമായിരിക്കും. അതല്ലല്ലോ ഇവിടുത്തെ കണക്ക്. ഞാൻ പറഞ്ഞ കാര്യം ഫാക്ച്വലി കറക്റ്റ് ആണോ എന്നുള്ളതാണ്. താങ്കൾ എന്നോട് ചോദിച്ചു ഏത് റാങ്കിങ്ങിൽ. അപ്പൊ ഞാൻ വളരെ സ്പെസിഫിക് ആയി പബ്ലിക് യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ്ങിൽ എന്ന് പറഞ്ഞതാണല്ലോ. ഞാൻ പറഞ്ഞ കാര്യം ഫാക്ച്വലി കറക്റ്റ് ആണോ? താങ്കൾ ഇന്ത്യയിലെ മൊത്തം യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ്ങിൽ 21-ാം സ്ഥാനത്തെന്നും ഓവറോൾ കാറ്റഗറിയിൽ 38-ാം സ്ഥാനത്തെന്നും പറഞ്ഞത് കറക്റ്റ് ആണ്. ഞാൻ പറഞ്ഞത് എന്താണ്? സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റികൾ. താങ്കൾ തന്നെ പറഞ്ഞു 180-ലധികം സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റികൾ ഉള്ളതിൽ 9-ാം റാങ്കിലാണ് കേരള യൂണിവേഴ്സിറ്റി എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഞാൻ അയച്ചത്. അത് ഫാക്ച്വൽ ആണ്. അല്ല, അത് സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റി എന്ന് മറ്റൊരു കാറ്റഗറിയാണ്. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. റാങ്കിങ്ങിൽ കേരളം 9-ാം സ്ഥാനത്തുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ശരി ആയിക്കോട്ടെ, ഞാനതിന് തർക്കത്തിലൊന്നുമില്ല. എനിക്ക് വേണമെങ്കിൽ കൂടുതൽ കണക്കുകൾ വേണമെങ്കിൽ ഞാൻ പറയാം. ഞാൻ ഈ കണക്ക് നോക്കിയതുകൊണ്ടാണ് ഈ ചർച്ചയിൽ വന്നപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഞാനത് പറഞ്ഞത്. ഇനി ഏഷ്യയിലെ റാങ്കിങ് എടുത്തു കഴിഞ്ഞാൽ 339-ാം സ്ഥാനത്താണ് കേരള യൂണിവേഴ്സിറ്റി ഉള്ളത്. ഗ്ലോബൽ റാങ്കിങ് എടുത്തു കഴിഞ്ഞാൽ 2173-ാം സ്ഥാനത്താണ് കേരള യൂണിവേഴ്സിറ്റി ഉള്ളത്. ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ്ങിൽ ആദ്യ 20 സ്ഥാനത്തിനുള്ളിൽ വന്നിട്ടുള്ള ഒരേ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കേരളത്തിലുള്ള അമൃത യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. ഈ കണക്കുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. കേരള യൂണിവേഴ്സിറ്റി അക്കാഡമിക് പെർഫോമൻസ് എന്താണെന്നുള്ളത് ആളുകൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ്. നമ്മളില്ലാത്ത അപദാനങ്ങൾ ചാർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല, ഇല്ലാത്ത കുറ്റങ്ങൾ ചാർത്തുന്ന പോലെ. ഈ രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. അങ്ങ് പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിലൂടെ കേരളം പിടിക്കാൻ കഴിയാത്തത് കൊണ്ട് യൂണിവേഴ്സിറ്റികൾ പിടിച്ചെടുക്കുക എന്നുള്ളത് BJPയുടെ ഒരു രാഷ്ട്രീയ തന്ത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അത്ര യാഥാർത്ഥ്യബോധമില്ലാത്ത ആളുകളാണെന്ന് ദയവായി നിങ്ങൾ തെറ്റിദ്ധരിക്കരുതെന്നായി പറയാനുള്ളൂ. ഇവിടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിൽ കുറേ കാലമായി നടക്കുന്ന രാഷ്ട്രീയ ഇടപെടലുകളും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയും പ്രതിരോധിക്കാൻ UGC മാനദണ്ഡങ്ങൾക്ക് അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണർ പ്രവർത്തിച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വിഷയങ്ങൾ ഇവിടെ ഉണ്ടായത്. ഇത് കേരളത്തിൽ BJP കൊണ്ടുവന്നിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ടയോ ഗവർണർ സ്വന്തം നിലയിൽ നടപ്പാക്കിയുള്ള ഒരു അജണ്ടയോ ഒന്നുമല്ല. ഇവിടുത്തെ കേരളത്തിലുള്ള വൈസ് ചാൻസലർമാരുടെ അപ്പോയിൻമെൻറ്റിൽ UGC മാനദണ്ഡങ്ങളും യൂണിവേഴ്സിറ്റിയുടെ തന്നെ നിയമങ്ങളും അട്ടിമറിച്ചിട്ടുണ്ട്. അവിടെ സെലക്ഷൻ കമ്മിറ്റി തന്നെ അപ്പോയിൻറ്റിംഗ് കമ്മിറ്റിയായി മാറിയിട്ടുണ്ട്. ഈ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നതിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കേരളത്തിലെ
ഒരു വൈസ് ചാൻസലർ അപ്പോയിൻമെന്റ് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സമാന മാനദണ്ഡങ്ങളിൽ പിഴവുള്ള മറ്റു വൈസ് ചാൻസലർമാരെ കൂടി ഗവർണർ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വിഷയം ഉണ്ടായത്. ഈ വിഷയം ഉണ്ടാക്കിയത് ഗവർണറല്ല, ഈ വിഷയം ഉണ്ടാക്കിയത് സുപ്രീം കോടതിയാണ് എന്നുള്ള ഇതിന്റെ ഒരു പശ്ചാത്തലം അങ്ങേക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഗവർണർ പിന്നീട് ശ്രമിച്ചത് എന്തിനാണ്? ഈ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ആണെങ്കിൽ ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും ഇടപെട്ടിട്ടില്ല. അദ്ദേഹവുമായിട്ട് ഇവർക്കുള്ള തർക്കം എന്താണ്? അദ്ദേഹം രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കുന്നു, അദ്ദേഹം പൊതുപരിപാടികളിൽ സ്വകാര്യ ചടങ്ങുകളിൽ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കുന്നു എന്നൊക്കെയാണ്. അതല്ലാണ്ട് യൂണിവേഴ്സിറ്റി ഭരണത്തിൽ ഗവർണർ കൈ കടത്തിയിട്ട് ഇവർക്ക് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടില്ല. ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തർക്കം എന്താ? ആരിഫ് മുഹമ്മദ് ഖാൻ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ എന്നുള്ള രീതിയിലുള്ള തന്നെ നിയമപരമായിട്ടുള്ള അധികാരം ആദ്യമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. UGC മാനദണ്ഡങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. അത് കാവ്യവൽക്കരണമാണെങ്കിൽ ആ വൽക്കരണമല്ലേ കേരളത്തിന് നല്ലത്? ഈ പറഞ്ഞതുപോലെ എന്താണ് ഇടത് പ്രബുദ്ധ മാനകവൽക്കരണം എന്നുള്ള പേരിൽ യൂണിവേഴ്സിറ്റികളുടെ ഭരണത്തിൽ ഇഷ്ടക്കാരെ മുഴുവൻ തിരികെ കയറ്റിക്കൊണ്ട് ലോകത്തിലുള്ള 2273 യൂണിവേഴ്സിറ്റിയും ഏഷ്യയിലെ 339 യൂണിവേഴ്സിറ്റി ആക്കിയതാണോ മികവ്? അതല്ല. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇടപെടലിലൂടെ ഈ പറയുന്ന പോലെ നിങ്ങളുടെയൊക്കെ ആഗ്രഹമുള്ളതുപോലെ ഈ 9ാം റാങ്കിങ്ങിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിശ്രമമെങ്കിലും നടത്തുന്നത് അത് കാവ്യവൽക്കരണമാണെങ്കിൽ ആ വൽക്കരണമാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്ക് കാവ്യവൽക്കരണമാണ് നല്ലത് എന്നാണ് BJP പറയുന്നത്. BJPക്ക് ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള യാതൊരു താല്പര്യമില്ല.